ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി നിധിയും സുധീഷും വീണ്ടും വിവാഹം കഴിക്കുകയാണ്. മണിയറ ഒരുക്കാനായി സുഭാഷിനെ അനിയന്മാരെ ഏൽപ്പിച്ച് നിധിയെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ് സുധീഷ്. മണിയറ കാണുമ്പോൾ നിധി എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ഒരു ഭയമുണ്ട് എല്ലാവർക്കും. നിധിക്ക് സർപ്രൈസായി റൂമിൽ AC വെക്കുകയും മണിയറ ഒരുക്കുകയുമാണ് സുഭാഷും അനിയന്മാരും. തുടർന്ന് രാത്രി മദ്യപിച്ച് ലക്കുകെട്ട് ഭാസ്കരൻ പാട്ടും പാടി വീട്ടിലേക്ക് വരുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, അച്ഛാ ഇന്ന് എന്തിനാ കള്ളു കുടിച്ചത്? അപ്പൊ ഭാസ്കരൻ പറയണ, എടാ ഞാൻ എന്നും കള്ളു കുടിക്കാറുണ്ടല്ലോ, ഇന്ന് എന്തിനാ കള്ളു കുടിച്ചതെന്ന് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കാൻ എന്താ ഉള്ളേ? അപ്പൊ സുഭാഷ് പറയണ, അച്ഛാ ഇത്രയും പോരാട്ടത്തിന് ശേഷം ഇന്നാണ് സുധീഷിന്റെയും നിധിയുടെയും കല്യാണം കഴിഞ്ഞത്. ഇന്ന് ഒരു ദിവസം ഈ കള്ളു കുടിക്കാതിരുന്നൂടായിരുന്നു? ഭാസ്കരൻ പറയണ, ഞാൻ എന്തിനു കള്ളു കുടിക്കാതിരിക്കണം? ഞാൻ പണ്ടത്തെ ഭാസ്കരനല്ല, ഇപ്പൊ എന്റെ കയ്യിൽ കാശുണ്ട്. നൗ ഐ ആം എ ബിസിനസ് മാൻ. ഞാനൊരു ലോറിയുടെ ഓണറാണ്. എനിക്കിപ്പം ഇഷ്ടം പോലെ കാശുണ്ട്. ഞാൻ കുടിക്കും, ഡാൻസ് കളിക്കും, പാട്ട് പാടും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാ? ഞാൻ ഇന്ന് വലിയ സന്തോഷത്തിലാ. എന്റെ മകന്റെ കല്യാണം കഴിഞ്ഞു, അത് ഞാൻ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? നീ കുടിക്കുന്ന ആളായിരുന്നെങ്കിൽ നിനക്ക് ഞാനൊരു ബോട്ടിൽ വാങ്ങിച്ചോണ്ട് വന്നേനെ. നീ കുടിക്കാത്ത ആളായതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങ് കുടിച്ചു. അപ്പൊ സുഭാഷ് പറയണ, അച്ഛാ ദയവ് ചെയ്ത് അലങ്കോലമാക്കാതെ പുറത്തു പോയി കിടന്നുറങ്ങാൻ നോക്ക്. നിധിയും സുധീഷും പുറത്തു പോയിരിക്കുകയാണ്. അവര് വരുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. അപ്പൊ ഹരീഷ് ഉറക്കെ പറയുന്നു, സുഭാഷ് ഏട്ടാ റൂം റെഡിയായി, ഇതാ ഞാൻ വരുന്നു. അച്ഛാ പറഞ്ഞത് ഓർമ്മയിൽ വെച്ചോ, പോയി കിടന്നുറങ്ങാൻ നോക്ക്. അങ്ങനെ സുഭാഷ് നിധിയുടെ റൂമിലേക്ക് പോകുമ്പോൾ സംശയത്തോടു കൂടി ഭാസ്കരൻ മനസ്സിൽ പറയുകയാണ്, റൂം റെഡിയായെന്നോ? റൂമിലേക്ക് വന്ന സുഭാഷ് ഹരീഷിനോടും നികേഷിനോടും ചോദിക്കുന്നു, എല്ലാം റെഡിയായോടാ? നന്നായിട്ടുണ്ട്, വാ നമുക്ക് പുറത്തു പോകാം. നികേഷ് ചോദിക്കുന്നു, അത്രേ ഉള്ളൂ, ഞങ്ങളെ അഭിനന്ദിക്കുമെന്നാ വിചാരിച്ചത്. അപ്പൊ സുഭാഷ് പറയണ, ഞാൻ പറഞ്ഞില്ലേടാ നന്നായിട്ടുണ്ട്. പുറത്തിരുന്നത് കേൾക്കുന്ന ഭാസ്കരൻ പറയുകയാണ്, ഓ ഫസ്റ്റ് നൈറ്റ് ആണോ? ഐ ആം കമ്മിങ്. അങ്ങനെ റൂമിലേക്ക് വന്ന് ചുറ്റും നോക്കി ഭാസ്കരൻ ചോദിക്കാണ്, കൊള്ളാലോ, ഫസ്റ്റ് നൈറ്റിന്റെ അലങ്കാരമാണോ? സൂപ്പർ. ഇതെന്താടാ ബെഡിൽ ഒരു വലിയ ഹാർട്ട്, അടുത്ത് കൊച്ചു കൊച്ചു കുറെ ഹാർട്ടുകൾ വേണമായിരുന്നു, അപ്പൊ നല്ല ഭംഗിയായിരിക്കും. അപ്പൊ സുഭാഷ് പറയണ, അച്ഛൻ അതൊന്നും വേണ്ട, അച്ഛൻ ഇങ്ങോട്ട് വാ. അപ്പൊ ഭാസ്കരൻ പറയണ, നിക്കടാ, ഞാൻ ചെറിയ ചെറിയ ഹാർട്ട് അടുത്തടുത്ത് വെക്കട്ടെ, ഞാൻ നന്നായിട്ട് ചെയ്യും. ഓ എവിടെ? അപ്പൊ സുഭാഷ് പറയണ, അച്ഛാ പറയുന്ന കേക്ക്, അതൊന്നും വേണ്ട. അപ്പൊ ഭാസ്കരൻ പറയണ, ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്, ചെറുപ്രായത്തിൽ ഞാൻ എന്തോരം വടം വരച്ചിട്ടുണ്ടെന്നറിയോ? അപ്പൊ ഹരീഷ് പറയണ, നിങ്ങളുടെ ചെറുപ്രായത്തിലെ കഥയൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ലേ, ഇങ്ങോട്ട് വാ നമുക്ക് പുറത്തേക്ക് പോകാം. ഭാസ്കരൻ പറയണ, നല്ല മുല്ലപ്പൂവിന്റെ മണം, അതും കൂടി ബെഡിലേക്ക് വെക്കുക, അതൊക്കെ നമുക്ക് വെക്കാം, നിങ്ങളിപ്പം പുറത്തേക്ക് വാന്ന് പറഞ്ഞ് ഹരീഷ് ഭാസ്കരനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ്. പിന്നാലെ സുഭാഷും നികേഷും പോകുന്നു. റൂമിന് പുറത്തേക്ക് ഇറങ്ങി വാതിലടയ്ക്കുകയാണ് നികേഷ്. ഭാസ്കരൻ വീടി എടുത്ത് വലിക്കാനായി തുടങ്ങുമ്പോൾ സുഭാഷ് പറയുകയാണ്, വീടിനകത്ത് വീടി വലിക്കാൻ പാടില്ലെന്ന് നിധി പറഞ്ഞിട്ടില്ലേ? ഭാസ്കരൻ ചോദിക്കുന്നു, കത്തിച്ചോ ഞാനിത്? ഇല്ലല്ലോ, വായി വെറുതെ വെച്ചതല്ലേ ഉള്ളൂ, ഒന്ന് പോടാ, നോൺസെൻസ് എന്ന് പറഞ്ഞ് ഭാസ്കരൻ പുറത്തേക്ക് പോവുകയാണ്. ബെഡിലേക്ക് ഇരിക്കുന്ന ഭാസ്കരൻ പറയണ, അവന്മാരും അവന്മാരുടെ ഒരു ഫസ്റ്റ് നൈറ്റും. സുഭാഷ് പറയുന്നു, നിധി വരുമ്പോൾ അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു, ഓർക്കുമ്പോ തന്നെ പേടി തോന്നുക. ഹരീഷ് പറയണ, നമുക്ക് നോക്കാം സുഭാഷ് ഏട്ടാ. നികേഷ് പറയണ, അയ്യോ ബെഡിന്റെ അടുത്തിരുന്ന് ഒരു സെൽഫി എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, അത് മറന്നുപോയി, ഞാൻ ഒരു സെൽഫി എടുത്തിട്ട് വരാമേ. നികേഷിനെ തടഞ്ഞുകൊണ്ട് ഹരീഷ് പറയണ, മതിയടാ, അലങ്കാരമൊക്കെ കഴിഞ്ഞു, സെൽഫി ഒന്നും വേണ്ട. അപ്പൊ സുഭാഷ് പറയണ, നികേഷ് നീ പോയി അവിടെ ഇരിക്കും. തുടർന്ന് ബൈക്കിൽ കിളിക്കൂട്ടിലേക്ക് വരികയാണ് നിധിയും സുധീഷും. സുധീഷിനെ നോക്കി പുഞ്ചിരിച്ച് നിധിയും ബൈക്കിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് നിധി പോകുന്നത് നോക്കിയിരിക്കുകയാണ്. പുറത്തിരിക്കുന്ന ഭാസ്കരൻ പറയുന്നു, എന്റെ മരുമകൾ വന്നല്ലോ, മരുമകളെ വാ വാന്ന് പറഞ്ഞ് ഭാസ്കരൻ പാട്ടും പാടി നിധിയുടെ അരികിലേക്ക് വരുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് സഹിക്കൂലേ? അപ്പൊ ഭാസ്കരൻ പറയണ, എന്റെ മരുമകളെ ഞാൻ വരവേൽക്കുകയാണ്, അതിന് നിനക്കെന്താടാ? അങ്ങനെ ഭാസ്കരൻ പാട്ട് പാടുമ്പോൾ നിധി സുധീഷിനെ നോക്കുകയാണ്. സുഭാഷും നികേഷും ഹരീഷും അവിടേക്ക് വരുന്നു. ഭാസ്കരനെ പിടിച്ചു മാറ്റിക്കൊണ്ട് സുഭാഷ് ചോദിക്കുന്നു, അച്ഛൻ എന്താ ഈ ചെയ്യുന്നേ? ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞതല്ലേ, പോയി അവിടെ ഇരിക്കും. അപ്പൊ ഭാസ്കരൻ പറയണ, ഞാനിപ്പോ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ എന്റെ മരുമകളെ വരവേൽക്കുകയല്ലേ, നിങ്ങളൊന്ന് വെറുതെ ഇരിക്കുമെന്ന് ഹരീഷ് പറയുമ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് ഭാസ്കരനെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തുകയാണ് സുഭാഷ്. സുധീഷ് ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ അരികിലേക്ക് വന്ന സുഭാഷ് പറയുന്നു, മോളെ നിധി തെറ്റിദ്ധരിക്കരുത്, അച്ഛൻ ഇന്ന് സന്തോഷത്തിൽ കുറച്ച് കൂടുതൽ കുടിച്ചിട്ടുണ്ട്. അപ്പൊ നിധി പറയണ, സുഭാഷ് ഏട്ടാ ഞാൻ ഈ വീട്ടിൽ ഇത് ആദ്യമായിട്ട് കാണുന്ന ഒന്നും അല്ലല്ലോ, അച്ഛനെ എനിക്ക് അറിയത്തില്ലേ, അത് വിട്ടേര്. ഇത് കേട്ട് സുഭാഷ് പറയുന്നു, ശരി വാ മോളെ, സുധീഷ് വാടാ. അങ്ങനെ അവരെയും കൂടി സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ ഭാസ്കരൻ പാട്ടും പാടി ബെഡിലിരിക്കുകയാണ്. തിരികെ നിന്ന് സുധീഷ് പറയുന്നു, നേരം വെളുക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഭാസ്കരൻ പറയണ, നേരം വെളുത്താലുടനെ എനിക്കൊരു ഫുള്ള് മേടിച്ചു തരണം. തുടർന്ന് ഹോളിലേക്ക് വന്ന നിധിയോട് സുഭാഷ് പറയുന്നു, അച്ഛൻ ഉറങ്ങിക്കോളും, മോൾ അകത്തേക്ക് വെക്കൂ. അച്ഛൻ കഴിച്ചു വന്ന നിധി ചോദിക്കുമ്പോൾ കഴിച്ചെന്നാ പറഞ്ഞതെന്ന് സുഭാഷ് പറയുകയാണ്. അപ്പൊ നിധി പറയുന്നു, ഒന്നുകൂടെ ചോദിക്ക്, BP ഉള്ള ആളല്ലേ? ശരി മോളെന്ന് സുഭാഷ് പറയുമ്പോൾ ശരി സുഭാഷ് ഏട്ടാ ഞാൻ അകത്തേക്ക് പോവാണെന്ന് പറഞ്ഞ് നിധി റൂമിലേക്ക് പോവുകയാണ്. സുഭാഷ് ഭാസ്കരന്റെ അരികിലേക്ക് പോകുമ്പോൾ നികേഷ് ടെൻഷനോടുകൂടി ഹരീഷിനോട് പറയുന്നു, വാ ഹരീഷ് ഏട്ടാ നമുക്ക് ഓടിപ്പോകാം. സുധീഷ് ടെൻഷനോടുകൂടി റൂമിലേക്ക് നോക്കി നിൽക്കുകയാണ്. റൂമിനകത്തേക്ക് കയറിയ നിധി കാണുകയാണ് മണിയറ ഒരുക്കിയിരിക്കുന്നത്, AC ഫിക്സ് ചെയ്തിരിക്കുന്നതും കാണുന്നു. നിധി പുഞ്ചിരിച്ച് സന്തോഷത്തോടുകൂടി ചുറ്റും നോക്കുകയാണ്. സുധീഷ് പതിയെ ഹരീഷിനോടും നികേഷിനോടും ചോദിക്കുന്നു, എടാ
മണിയറ ഒരുക്കിയില്ലേ? അപ്പൊ ഹരീഷ് പറയണ അതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അടി കിട്ടിയാൽ ഞങ്ങൾക്ക് കൂടി വാങ്ങിച്ചു തരരുത്. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ എടാ ഞാൻ അടി വാങ്ങുമെന്ന് നിങ്ങൾ അങ്ങ് തീരുമാനിച്ചോ? നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഹരീഷ് പറയണ ഞങ്ങൾ ഇന്നും സുധീഷ് ഏട്ടനും കൂടിയുള്ള പാ ഇട്ടേക്കാം, നിന്നെ ഞാനിത് ശരിയാക്കുമെന്ന് പറഞ്ഞ സുധീഷ് ഹരീഷിനെ തല്ലാനായി വരുമ്പോൾ ഹരീഷ് അവിടെ നിന്ന് ഓടി പോവുകയാണ്. തുടർന്ന് നിധി നാളത്തോടു കൂടി പുഞ്ചിരിച്ച് ചുറ്റും നോക്കി ബെഡിലേക്ക് വന്നിരിക്കുകയാണ്. എ സിയിലേക്ക് ശ്രദ്ധിക്കുന്നു. സുധീഷ് ടെൻഷനോടുകൂടി നികേഷിനോട് പറയുന്നു ഞാൻ പോയിട്ട് വരാം. ശരിയെന്ന് പറഞ്ഞ നികേഷ് ടെൻഷനോട് കൂടി ഇരിക്കുമ്പോൾ സുധീഷ് പതിയെ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കുകയാണ്. നിധി പുഞ്ചിരിച്ച് ബെഡിലിരിക്കുന്നത് കണ്ട് സമാധാനത്തോടു കൂടി സുധീഷ് മനസ്സിൽ പറയുന്നു ബഹളമൊന്നുമില്ല, നിശബ്ദമായി ഇരിക്കുകയാണ്, ഞാൻ റൂമിലേക്ക് കയറി നോക്കാം. അങ്ങനെ സുധീഷ് റൂമിനകത്തേക്ക് കയറി വാതിലടയ്ക്കുകയാണ്. സുധീഷിനെ നോക്കി പുഞ്ചിരിച്ച് നാണത്തോടുകൂടി കുനിഞ്ഞിരിക്കുകയാണ് നിധി. ടെൻഷനോടുകൂടി പതിയെ സുധീഷ് അരികിലേക്ക് വരുമ്പോൾ നിധി ചോദിക്കുന്നു ഇതെപ്പോ വാങ്ങിയതാ? ഏതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ AC. അപ്പൊ സുധീഷ് പറയുന്നു നിധിക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് വാങ്ങിയതാ, എങ്ങനെയുണ്ട്, സൂപ്പറാണോ? പുഞ്ചിരിച്ച് തലയാട്ടി നിധി ചോദിക്കുന്നു എപ്പോ വാങ്ങിയതാ? അപ്പൊ സുധീഷ് പറയുന്നു അതൊക്കെ വാങ്ങി, നിധിയെ നിർബന്ധിച്ച് പുറത്തേക്ക് കൊണ്ടുപോയില്ലേ, അത് ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയായിരുന്നു. കല്യാണം കഴിഞ്ഞു, ഇനി വൈഫിനെ നന്നായി നോക്കണ്ടേ, അതാ ഇതൊക്കെ വാങ്ങിച്ചത്. നിധിക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ നിധി പറയണ നന്നായിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇന്നാണോ സുധീഷിന്റെ വൈഫ് ആയത്? നമ്മുടെ കല്യാണം നടക്കുമ്പോഴും അതിനു മുമ്പും എല്ലാം സുധീഷ് നിധി എന്റെ ഭാര്യയാണെന്നല്ലേ എല്ലാവരോടും പറയുക. അപ്പൊ സുധീഷ് പറയണ ഞാൻ അങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷേ നിധി എന്നെ ഭർത്താവായി കാണാൻ തുടങ്ങിയത് ഇന്ന് മുതലല്ലേ, അത് സ്പെഷ്യൽ അല്ലേ, അതിനുവേണ്ടിയാ ഈ സർപ്രൈസ്. തുടർന്ന് ഹരീഷ് പായൊക്കെ വിരിച്ച് ഉറങ്ങാനായി കിടക്കുകയാണ്. നിധിയുടെ റൂമിന്റെ അരികിൽ വന്ന് നിന്ന് അകത്തേക്ക് ശ്രദ്ധിക്കുകയാണ് നികേഷ്. ഹരീഷേട്ടാ സുധീഷ് ഏട്ടന് അടി കിട്ടുന്ന ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പൊ ഹരീഷ് പറയുന്നു എടാ നീ അവിടെ നിൽക്കാതെ വന്ന് കിടക്ക്. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു എടാ നീ അവിടെ എന്ത് ചെയ്യുവാ? അപ്പൊ നികേഷ് പറയാ ഒന്നുമില്ല സുഭാഷ് ഏട്ടാ, വെറുതെ ഇവിടെ നിൽക്കുമായിരുന്നു. ഇത് കേട്ട് സുഭാഷ് പറയുന്നു വാ വന്ന് കിടക്ക്. സുഭാഷിന്റെ അരികിലേക്ക് വന്നിരുന്ന നികേഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടാ സുധീഷ് ഏട്ടൻ റൂമിലല്ലേ, പിന്നെന്തിനാ ഈ തലോണയും ബെഡ്ഷീറ്റും ഒക്കെ? അപ്പൊ സുഭാഷ് പറയുന്നു അതല്ലടാ, അവന് നമ്മുടെ കൂടെ വന്ന് കിടക്കണമെങ്കിൽ ഇത് ആവശ്യമാകുമല്ലോ, അതുകൊണ്ട് എടുത്തോണ്ട് വന്ന്. എഴുന്നേറ്റിരുന്ന ഹരീഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടനും ആ സംശയമുണ്ടോ? അപ്പൊ നികേഷ് പറയണ എങ്ങനെയാണെങ്കിലും സുധീഷ് ഏട്ടൻ അടി വാങ്ങി ഇവിടെ വന്ന് കിടക്കുമെന്ന് സുഭാഷ് ഏട്ടനും തോന്നി കാണും. അപ്പൊ സുഭാഷ് പറയുന്നു ഒന്ന് കിടക്കുന്നുണ്ടോ നിങ്ങള്? നികേഷ് നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, കിടന്നുറങ്ങാൻ നോക്ക്. ശരി എന്ന് പറഞ്ഞ നികേഷ് ഉറങ്ങാനായി കിടക്കുമ്പോൾ അരികിലേക്ക് കിടക്കുകയാണ് സുഭാഷും ഹരീഷും. തുടർന്ന് സുധീഷ് ചോദിക്കുന്നു നിധി AC-യുടെ കൂളിംഗ് കുറയ്ക്കട്ടെ? അപ്പൊ നിധി പറയുന്നു കുറയ്ക്ക് സുധീഷ്, നല്ല തണുപ്പുണ്ട്. സുധീഷ് AC-യുടെ തണുപ്പ് കുറച്ച് ബെഡിലേക്ക് ഇരിക്കുകയാണ്. നിധി ചോദിക്കുന്നു ഇതൊക്കെ വാങ്ങാൻ സുധീഷിന്റെ കയ്യിൽ എവിടുന്ന കാശ്? അപ്പൊ സുധീഷ് പറയണ കാശൊക്കെ നോക്കിയാ പറ്റുമോ? അകത്തേക്ക് കയറിയ ഉടനെ AC കണ്ട് സന്തോഷമായില്ലേ നിധിക്ക്? നിധിയുടെ സന്തോഷത്തിന് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. നിധി പറയണ റൂമിൽ AC വെച്ചു, ശരി, പുറത്തെ ഹോളില് എത്ര പേരാ കിടക്കുന്നത്, അവർക്ക് AC വേണ്ടേ? അപ്പൊ സുധീഷ് പറയുന്നു പതുക്കെ വാങ്ങിക്കാൻ നിധി, ഞങ്ങളെല്ലാം ജനിച്ചത് മുതൽ AC ഇല്ലാതെയാ വളർന്നത്. പക്ഷേ നിധി അങ്ങനെയാണോ? അങ്ങനെയൊക്കെ ആയിട്ടും 1 ഇയർ അഡ്ജസ്റ്റ് ചെയ്തല്ലേ നീ ഇവിടെ താമസിച്ച്. ഇത് വേണോ അത് വേണോ എന്നൊക്കെ എന്നോട് നിധി ചോദിച്ചിട്ടേ ഇല്ല. നിധി ഒന്നും ചോദിക്കാത്തത് കൊണ്ട് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക്. ഇപ്പൊ ഞാൻ നിധിയുടെ ഭർത്താവാണ്, നിധി ചോദിക്കാതെ തന്നെ നിധിക്ക് വേണ്ടതെല്ലാം ചെയ്തു തരേണ്ടത് ഞാനല്ലേ? അപ്പൊ നിധി പറയണ സുധീഷ് നീ നാവില്ലായിരുന്നെങ്കിൽ കഷ്ടമായിരുന്നേനെ. ഇത് കേട്ട് സുധീഷ് ചിരിക്കുമ്പോൾ നിധി ചിരിച്ചുകൊണ്ട് സുധീഷിനെ നോക്കുകയാണ്. തുടർന്ന് നിധി ചുറ്റും നോക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു നിധിക്ക് ഡെക്കറേഷൻ ഒക്കെ ഇഷ്ടപ്പെട്ടോ? അപ്പൊ നിധി പറയണ നന്നായിട്ടുണ്ട്. ഇത് കേട്ട് പുഞ്ചിരിച്ച് തലയാട്ടി നിധിയെ തന്നെ നോക്കിയിരിക്കുകയാണ് സുധീഷ്. നിധി പുഞ്ചിരിച്ച് കുനിങ്ങിയിരിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയണ എങ്ങനെയാ ചോദിക്കുക? അങ്ങനെ സുധീഷ് ഒന്ന് ആലോചിച്ച് നിധി ഒന്ന് നോക്കിയിട്ട് വാതിൽ ശരിക്കും അടയ്ക്കുകയാണ്. നിധി തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ ഞെട്ടി സുധീഷ് നിധിയെ നോക്കുന്നു. അപ്പൊ നിധി ചോദിക്കുന്നു എന്തു പറ്റി സുധീഷ്? ടെൻഷനോടുകൂടി സുധീഷ് ചോദിക്കണ ഡോറ് ലോക്ക് ചെയ്യാമോ? ലോക്ക് ചെയ്യുന്ന നിധി പറയുമ്പോൾ സുധീഷ് പറയണ അല്ല ഞാൻ പുറത്തിറങ്ങിയിട്ട് ലോക്ക് ചെയ്യണോന്നല്ല ചോദിച്ചത്, റൂമിനകത്തു നിന്ന് തന്നെ ലോക്ക് ചെയ്യട്ടെ എന്നാ ചോദിച്ചേ. ഇത് കേട്ട് പുഞ്ചിരിച്ച് നിധി പറയണ ഇത് എന്ത് ചോദ്യം സുധീഷെ, ലോക്ക് ചെയ്യ? ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ പുഞ്ചിരിച്ച് നിധിയെ നോക്കി തലയാട്ടുകയാണ് സുധീഷ്. നിധി നാണത്തോടുകൂടി പുഞ്ചിരിച്ച് കുനിങ്ങിയിരിക്കുമ്പോൾ സുധീഷ് മനസ്സിൽ പറയുന്നു എടാ സുധീഷ് നിധി ചിരിക്കുന്നു, ഇതേ നാണം വരുന്നു, കുഴപ്പമില്ല ലോക്ക് ചെയ്യാം. അങ്ങനെ സുധീഷ് വാതിലടച്ച് കുറ്റിയിടുകയും ലോക്ക് ചെയ്യുകയും ഒക്കെയാണ്. ഹരീഷ് മൊബൈലിൽ നോക്കി കിടക്കുമ്പോൾ നികേഷ് വാതിലടയ്ക്കുന്ന ശബ്ദം കേൾക്കുന്നു. എഴുന്നേറ്റിരുന്ന നികേഷ് പറയുന്നു ഹരീഷ് ഏട്ടാ കേട്ടില്ലേ, സുധീഷ് ഏട്ടൻ കഥക് ലോക്ക് ചെയ്തു, സുധീഷ് ഏട്ടൻ ഇനിയും വരത്തില്ലെന്നാ തോന്നുന്നത്. ഹരീഷ് ചോദിക്കുന്നു നീ അങ്ങനെയാണോ പറയുന്നത്? ശരിയാണല്ലോ, ഇതുവരെ അടിവാങ്ങുന്ന ശബ്ദമൊന്നും കേട്ടില്ല, രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു. കണ്ണടച്ചു കിടക്കുന്ന സുഭാഷ് ചോദിക്കുന്നു എടാ എന്തിനാ അവിടെ സംസാരിക്കുന്നേ? അപ്പൊ നികേഷ് പറയണ സുഭാഷ് ഏട്ടാ അകത്തുനിന്ന് ലോക്ക് ചെയ്തു. കൈകൾ കയറി പിടിച്ച് ഹരീഷ് പറയുന്നു നീ ഒന്നും മിണ്ടാതിരിക്കടാ. അപ്പൊ സുഭാഷ് പറയണ ചുമ്മാതെ സംസാരിച്ചോണ്ടിരിക്കാതെ കിടന്നുറങ്ങടാ. ശരി സുഭാഷ് ഏട്ടാന്ന് ഹരീഷ് പറയുമ്പോൾ നികേഷ് പറയുന്നു സുഭാഷ് ഏട്ടാ സുധീഷ് ഏട്ടൻ റൂമിനകത്ത് നിന്ന് ലോക്ക് ചെയ്തു, എന്ത് വലിയ അതിശയമാ, ഇതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ലേ? കണ്ണു തുറന്ന് വിരൽ ചൂണ്ടി സുഭാഷ് പറയുന്നു നീ സംസാരിക്കാൻ പാടില്ല, ചെറിയ പയ്യനാ നീ, കിടന്നുറങ്ങാൻ നോക്ക്. തലയിൽ കൈവച്ച് നികേഷ് പറയണ ചെറിയ പയ്യൻ. ഹരീഷ് ഏട്ടാ ഒരുപക്ഷെ നമ്മുടെ ഡെക്കറേഷൻ കണ്ട് ഇംപ്രസ് ആയി ഏട്ടത്തി സുധീഷ് ഏട്ടനെ പുറത്താക്കാഞ്ഞതായിരിക്കും.
ഇരിക്കും. അപ്പൊ ഹരീഷ് പറയണം, അങ്ങനെയായിരിക്കും, നീ കൂടുതൽ ആലോചിക്കണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. അങ്ങനെ ഹരീഷ് ഉറങ്ങാനായി കിടക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എടാ നീ ഇതുവരെ ഉറങ്ങിയില്ലേ, കിടക്കടാ. ആ കിടക്കാന്ന് പറഞ്ഞ് നികേഷും അവിടേക്ക് കിടക്കുകയാണ്. പുഞ്ചിരിച്ച് സുഭാഷ് നിധിയുടെ റൂമിന്റെ വാതിൽ അടച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുന്നു. തുടർന്ന് സുധീഷ് നിധിയുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. നിധി പുഞ്ചിരിച്ച് നാണത്തോടുകൂടി കുനിഞ്ഞിരിക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് നിധിയെ തന്നെ നോക്കിയിരിക്കുന്നു. തുടർന്ന് സുധീഷ് പുഞ്ചിരിച്ച് കുനിഞ്ഞിരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, എന്താ? അപ്പൊ സുധീഷ് പറയണ, ഞാൻ വിചാരിച്ചു നീ എന്നെ പുറത്താക്കുമെന്ന്. എന്തിനെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഇത്രയും നാളും ഞാൻ പുറത്തല്ല കിടന്നത്, അതുകൊണ്ട് ഇപ്പോഴും നിധി എന്നെ പുറത്താക്കുമെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ നിധി എന്നെ പുറത്താക്കിയില്ല. സുധീഷ് ഹാപ്പിയായി. ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷും ചിരിക്കുകയാണ്. സുധീഷ് ചുറ്റും നോക്കുമ്പോൾ നിധി പറയുന്നു, സുധീഷ് ഇത്രയും നാളും സുധീഷിന് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമായിരുന്നു, പക്ഷെ ഇനി അങ്ങനെയല്ല. അപ്പൊ സുധീഷ് പറയണ, അതെ അതെ, ഇനി ഞാൻ ഹസ്ബൻഡ്, നിധി വൈഫ്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു റൂമിൽ വേണം കിടക്കാൻ. ഈ കട്ടിലിൽ ഒരുമിച്ച് കിടക്കണം, അതല്ലേ? പുഞ്ചിരിച്ച് നിധി പറയുന്നു, അല്ല. സുധീഷ് ചോദിക്കുന്നു, അപ്പോ ഈ വീട്ടിൽ ഞാൻ കിടക്കണ്ടേ? അപ്പൊ നിധി പറയണ, അങ്ങനെയല്ല, ഇനി സുധീഷ് നല്ല ഉത്തരവാദിത്തത്തോടു കൂടി വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. റൂമിനകത്ത് വരുമ്പോൾ ഹസ്ബൻഡ് ആകുന്നതിൽ മാത്രം ഉത്തരവാദിത്തം പോരാ, എല്ലാ കാര്യത്തിനും ഉത്തരവാദിത്തം വേണം. മനസ്സിലാവുന്നുണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയണ, ഞാനിപ്പോ സുധീഷിന്റെ വൈഫാണ്. ഞാൻ ഇത്രയും നാളും അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ സുധീഷിന്റെ വൈഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടാ ഇപ്പൊ ഈ കല്യാണം നടന്നത്. ഇനി ഞാൻ പഴയതുപോലെയൊന്നും ആകില്ല. എല്ലാത്തിനും ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഇന്ന് എവിടെ പോയി, എന്ത് ചെയ്തു, എത്ര സമ്പാദിച്ചു, എല്ലാം ചോദിക്കും. സുഭാഷ് ഏട്ടന്റെ അനിയന്മാരുടെ ഒപ്പം ബാച്ചിലർ ആയിട്ടൊന്നും ഇനി സുധീഷ് ഇരിക്കണ്ട. ഈ വീട്ടില് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാനുണ്ട്. നോർമലായി എല്ലാവരും നമുക്ക് വില തരുന്ന രീതിയിൽ പെരുമാറണം. അതിന് സുധീഷ് എന്ത് ചെയ്യണമെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കണ്ട, അറിയില്ലേ? അപ്പൊ സുധീഷ് പറയണ, അറിയില്ല, സത്യമായിട്ടും അറിയില്ല നിധി. ഇത്രയ്ക്ക് സുന്ദരിയായി എന്റെ മുന്നിൽ ഇരുന്ന് നിധി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് പറയാനാ? നിധി എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. പുഞ്ചിരിച്ച് നിധി പറയുന്നു, ഇനിയും ജോലി ചെയ്ത് കിട്ടുന്നതെല്ലാം ചെലവാക്കാൻ പാടില്ല, കൃത്യമായി അത് എന്റെ കൊണ്ട് തരണം. സുധീഷിന് മാത്രമല്ല എനിക്കും അതേ റൂൾസ് തന്നെയാ. ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന സാലറിയും ഈ വീട്ടിലായിരിക്കും ചെലവാക്കുക. എല്ലാവരും ചേർന്ന് എഫേർട്ട് എടുത്താലേ ഞാൻ വിചാരിക്കുന്നത് പോലെ ഈ വീടിനെ മാറ്റിയെടുക്കാൻ പറ്റും. ഇത് കേട്ട് സുധീഷ് മൂളുമ്പോൾ നിധി പറയണ, വാ തുറന്ന് പറ സുധീഷ്. തലയാട്ടി സുധീഷ് പറയുന്നു, ഓക്കെ, നിധി എന്ത് പറയുന്നു ഞാൻ അതേപോലെ നടന്നോളാം. പുഞ്ചിരിച്ച് നിധി പറയുന്നു, ഗുഡ്. തുടർന്ന് സുധീഷ് മനസ്സിൽ പറയണ, എന്താ ഇത്രയൊക്കെ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നേ? ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെക്കുന്നതാണ് നല്ലത്. തല്ലിയാലോ? തല്ല് കിട്ടിയാ വാങ്ങണം. ഭഗവാനെ നീ വേണം കാത്തു രക്ഷിക്കാൻ. അങ്ങനെ സുധീഷ് പതിയെ നിധിയുടെ തോളിലേക്ക് കൈ വെക്കുകയാണ്. നിധി ഞെട്ടി സുധീഷിനെ നോക്കുമ്പോൾ പിന്നോട്ടേക്ക് മാറി സുധീഷ് പറയണ, അയ്യോ സോറി. എന്താണെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അത് അറിയാതെ കൈ ദേഹത്ത് വെച്ചതാ. നിധി പുഞ്ചിരിച്ച് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷിന്റെ കൈ പിടിച്ച് തന്റെ തോളിലേക്ക് വെക്കുകയാണ്. സുധീഷ് വിശ്വസിക്കാനാകാതെ നിധിയെ നോക്കുമ്പോൾ നിധി പറയുന്നു, തോളിൽ കൈവച്ചു. സന്തോഷത്തോടുകൂടി നിധിയെ ചേർത്ത് പിടിക്കുകയാണ് സുധീഷ്. നിധി പുഞ്ചിരിച്ച് നാണത്തോടുകൂടി ഇരിക്കുമ്പോൾ സുധീഷ് പറയുന്നു, നിധി ഒരുപാട് മാറിപ്പോയി. നിധി ചോദിക്കുന്നു, അങ്ങനെയാണോ? എങ്ങനെയാ മാറി? സുധീഷ് പറയണ, നിധിയുടെ അച്ഛനും അമ്മയും വന്ന് കൂട്ടിക്കൊണ്ടുപോയാൽ നീ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറയുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ അവരെ അറിയിച്ച് നിധിയെ കൂട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞേനെ. നിധി ചിരിച്ചുകൊണ്ട് സുധീഷിന്റെ തോളിലേക്ക് ചായുകയാണ്. സുധീഷ് പുഞ്ചിരിച്ച് കണ്ണു നിറഞ്ഞ് നിധിയെ ചേർത്ത് പിടിക്കുന്നു. നിധി പറയുന്നു, എന്നോട് കള്ളം പറയാതെ എന്നെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഞാൻ സുധീഷിനെ ഡിവോഴ്സ് ചെയ്യില്ലായിരുന്നു. സത്യമാണോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, അതെ, എനിക്ക് സുധീഷിനെ ഡിവോഴ്സ് ചെയ്യണമെന്നൊന്നുമില്ലായിരുന്നു. എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന സുധീഷിനെ വിട്ടുപോകാൻ എനിക്ക് എങ്ങനെ മനസ്സ് വരും? എപ്പോഴോ സുധീഷിന്റെ ഒപ്പമാണ് എന്റെ ലൈഫ് എന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. സുധീഷിനെ പ്രണയിച്ച് കൂടെ ജീവിക്കാമെന്ന് തീരുമാനിച്ചപ്പോഴാ സാർ ഈ കല്യാണം നുണ പറഞ്ഞ ചതിയിലൂടെയാണ് നടത്തിയെന്ന് മനസ്സിലായത്. ഒന്ന് മുതലേ സുധീഷ് പറയുന്നു, നിധി നമുക്ക് അത്രയും പിന്നിലേക്ക് പോകണ്ട. നിധി എന്നെ പ്രണയിക്കുന്നെന്ന് പറഞ്ഞു, എന്റെ കൂടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം എന്റെ കാതി കേട്ടോണ്ടേ ഇരിക്കുകയാണ് നിധി. ഇത് ഞാൻ എൻജോയ് ചെയ്യട്ടെ. അതിനുശേഷം ഞാൻ നിധിയോട് കള്ളം പറഞ്ഞതിന് കാല് പിടിച്ച് സോറി പറഞ്ഞോളാം. അപ്പൊ നിധി പറയണ, അത് ഹോസ്പിറ്റലിൽ വെച്ച് എന്റെ കാല് പിടിച്ചായിരുന്നല്ലോ, അതുകൊണ്ട് നീ ഇനി ക്ഷമയൊന്നും പറയണ്ട. അപ്പൊ സുധീഷ് പറയണ, നീയോ? ഇത് കേട്ട് നിധി പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് നീയൊന്നും പോന്നും ഒക്കെ പറയും, ഞാൻ അത് ശ്രദ്ധിക്കണ്ട. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയണ, അത് നന്നായിട്ടുണ്ട്. ഇത് കേട്ട് നിധി പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് ചോദിക്കണ, നിധി ഞാൻ നിധിയെ കയ്യിൽ പിടിച്ചോട്ടെ? അപ്പൊ നിധി പറയണ, ഇത്രയും നേരം കൈ പിടിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നു. സുധീഷ് പ്രണയത്തോടുകൂടി നിധിയുടെ കയ്യിൽ പിടിച്ച് നിധിയുടെ കണ്ണുകളിലേക്ക് നോക്കുകയാണ്. നിധിയും വളരെ റൊമാൻറ്റിക്കായി സുധീഷിനെ നോക്കുന്നു. സുധീഷ് നിധിയുടെ കവളിൽ പിടിച്ച് നെറുകയിൽ ചുംബിക്കുകയാണ്. നിധി പുഞ്ചിരിച്ച് സുധീഷിന്റെ നെഞ്ചിലേക്ക് ചായുന്നു. തുടർന്ന് രാവിലെ ഉറക്കമുണ്ടെന്ന സുധീഷ് അയ്യോ നിധി എന്ന് പറഞ്ഞ് ഞെട്ടി എഴുന്നേറ്റിരിക്കുകയാണ്. ചുറ്റും നോക്കി സുധീഷ് പറയണ, അയ്യോ നീ എന്തിനാ പേടിക്കുന്നേ? നിധിയുടെ എന്റെ കല്യാണം കഴിഞ്ഞല്ലോ. അങ്ങനെ ഉറങ്ങി കിടക്കുന്ന നിധിയെ തന്നെ നോക്കി കിടക്കുകയാണ് സുധീഷ്. നിധിയുടെ അരികിലേക്ക് ചേർന്നിരുന്ന് സെൽഫി എടുക്കുകയാണ് സുധീഷ്. എഴുന്നേറ്റിരുന്ന ആ ഫോട്ടോസിൽ നോക്കിക്കൊണ്ട് സുധീഷ് പറയണ, നിധിക്ക് എന്തൊരു ഭംഗിയാ. എടാ സുധീഷ്, നിന്റെ ജീവിതം എത്ര സന്തോഷമുള്ളതായി മാറി. സുന്ദരിയായ ഒരു ഭാര്യ, സന്തോഷം നിറഞ്ഞൊരു ജീവിതം. നിധി ഉറങ്ങുമല്ലേ, ഡിസ്റ്റർബ് ചെയ്യണ്ട. അങ്ങനെ സുധീഷ് പുറത്തേക്ക് പോകാനായി
തുടങ്ങുമ്പോൾ നിധിയുടെ വാക്കുകൾ ഓർക്കുകയാണ്. എനിക്ക് സുധീഷിനെ ഡിവോഴ്സ് ചെയ്യണമെന്നൊന്നും ഇല്ലായിരുന്നു. എന്നെ ഇത്രയേറെ സ്നേഹിക്കുന്ന നിന്നെ വിട്ടു പോകാൻ എനിക്ക് എങ്ങനെ മനസ്സ് വരും? എപ്പോഴോ സുധീഷിന്റെ ഒപ്പമാണ് എന്റെ ജീവിതമെന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു. തുടർന്ന് നിധിയെ നന്നായി പുതപ്പിച്ച് സ്നേഹത്തോടുകൂടി തലോടി സുധീഷ് റൂമിന് പുറത്തേക്ക് പോവുകയാണ്. ഹാളിലിരിക്കുന്ന നികേഷും ഹരീഷും സുഭാഷും സുധീഷിനെ ശ്രദ്ധിക്കുന്നു. സുധീഷ് നാണത്തോടുകൂടി വാതിലിന്റെ അരികിൽ തന്നെ നിൽക്കുകയാണ്. സുഭാഷ് ചോദിക്കുന്നു, എടാ സുധീഷ്, നീ എന്താണ് അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാടാ. സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് സന്തോഷത്തോടുകൂടി ഓടി വന്ന് സുഭാഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് സുധീഷ്. അപ്പൊ സുഭാഷ് പറയണ, പല്ല് പോലും തേക്കാതെ വന്ന് ഉമ്മ തരുന്നോടാ, പോയി പല്ല് തേക്കടാ. അപ്പൊ സുധീഷ് പറയണ, ഞാൻ എന്ത് ഫീലിംഗിലാണെന്ന് പോലും നോക്കാതെ പല്ല് തേക്ക് ബാത്റൂമിൽ പോകുന്നൊക്കെ പറയുന്നു. ഞാൻ വലിയ സന്തോഷത്തിലാ. എടാ ഹരീഷ്, ഞാൻ ഇന്നലെ റൂമിൽ പോയപ്പോൾ എന്താ നീ റൂമിനകത്തൊക്കെ വരുന്നേ? പുറത്ത് പോയി കിടക്കുന്ന പറഞ്ഞ് എന്റെ നിധി റൂമിൽ നിന്ന് ഇറക്കി വിടുമെന്ന് ഭയന്നു. അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടൻ മാത്രമല്ല, ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ഭയന്നു. സുധീഷ് ഏട്ടന് കിടക്കാനുള്ള പായം കൂടെ ഞങ്ങൾ ഇട്ടായിരുന്നു. സാരമില്ല, അത് തന്നെ കിടന്നല്ലേ. അപ്പൊ സുധീഷ് പറയണ, അതേടാ, നിധി ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇന്നലെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? എന്റെ ഭാര്യയായിട്ട് മാറി. അത് ഞാൻ എങ്ങനെയാ പറയുക? ഒന്ന് മുതലേ സുഭാഷ് പറയണ, അതൊന്നും നീ പറയണ്ട, നീ ഇപ്പൊ പോ. ഞാൻ പറയട്ടെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ, നീ ഇപ്പൊ പോകുന്നുണ്ടോ? അപ്പൊ സുധീഷ് പറയണ, ഞാൻ പോകാം. എടാ ഹരീഷ്, ഞാൻ പിന്നെ സംസാരിക്കാം. അങ്ങനെ സുധീഷ് സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോകുമ്പോൾ നികേഷ് ഹരീഷിനോട് ചോദിക്കണ്ട, അപ്പൊ ഞാനോ? സുഭാഷും ഹരീഷും ചോദിക്കുന്നു, എന്ത് ഞാൻ? ഒന്നുമില്ലെന്ന് നികേഷ് പറയുമ്പോൾ സുഭാഷ് പറയണ, പോ, ബുക്ക് എടുത്ത് വെച്ച് പഠിക്കാൻ നോക്ക്. ഇത് കേട്ട് നികേഷും അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് അടുക്കളയിലേക്ക് വന്ന ഹരീഷ് ജോലി കാര്യത്തെ കുറിച്ച് സുഭാഷിനോട് സംസാരിക്കുകയാണ്. കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന സുധീഷ് വിഷമത്തോടുകൂടി സുഭാഷിനെ തന്നെ നോക്കി നിൽക്കുന്നു. സുഭാഷ് ചോദിക്കുന്നു, സുധീഷ് ചായ എടുക്കട്ടെ? ഒന്ന് ആലോചിച്ച് ആരെങ്കിലേക്ക് വന്ന് സുധീഷ് പറയുന്നു, എനിക്ക് സുഭാഷേട്ടനോട് സംസാരിക്കാനുണ്ട്. എന്താണെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, എനിക്ക് സുഭാഷേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ സുഭാഷ് പറയണ, അതെനിക്കറിയാലോ. അപ്പൊ സുധീഷ് പറയുന്നു, സുഭാഷേട്ടൻ എന്റെ ജീവനാ. സുഭാഷേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുമായിരുന്നു പോലും എനിക്കറിയില്ല. നമ്മൾ എല്ലാവരും ഒരു കുടുംബമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നതിന് കാരണം സുഭാഷേട്ടനാ. ഇപ്പൊ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷേട്ടൻ എന്നെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, ഞാനെന്തിനാ നിന്നെ തെറ്റിദ്ധരിക്കുന്നത്? അപ്പൊ സുധീഷ് പറയണ, കാരണമുണ്ട് സുഭാഷേട്ടാ, ഒരു കാരണമുണ്ട്. സുഭാഷേട്ടൻ കല്യാണം കഴിക്കാതിരിക്കുമ്പോൾ അനിയനായ ഞാൻ കല്യാണം കഴിച്ച് അടുത്തടുത്ത ഘട്ടങ്ങളിലേക്ക് പോവുകയാണെന്ന് വിചാരിക്കരുത്. അപ്പൊ സുഭാഷ് ചോദിക്കണ, എടാ നീ എന്തേ പറയുന്നേ? നീ സന്തോഷമായിട്ട് ജീവിക്കണമെന്നല്ലേ ഞാൻ ആഗ്രഹിച്ചേ? ഞങ്ങൾ എല്ലാവരും അതിനുവേണ്ടി തന്നെ ആഗ്രഹിച്ചത്. അപ്പൊ സുധീഷ് പറയണ, സുഭാഷേട്ടാ, ഞാൻ അങ്ങനെയല്ല പറഞ്ഞേ. ഹരീഷ് ആണെങ്കിൽ സുഭാഷേട്ടന്റെ കല്യാണം കഴിയാതെ അവൻ കല്യാണം കഴിക്കില്ലെന്നാ പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ. സുഭാഷേട്ടനെ കുറിച്ച് ആലോചിക്കാതെ ഞാനൊരു കല്യാണം കഴിച്ചു. ജീവിതത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോയെന്ന് സുഭാഷേട്ടൻ തെറ്റിദ്ധരിക്കരുത്. ഇക്കാര്യത്തില് ഞാൻ സുഭാഷേട്ടന് മുമ്പേ ജീവിക്കാൻ തുടങ്ങി കാണും. പക്ഷെ ഞാൻ സുഭാഷേട്ടന് വേണ്ടി എന്തും ചെയ്യും. ഞാൻ സുഭാഷേട്ടന്റെ കൂടെ ഉണ്ട്. സുഭാഷ് ചോദിക്കുന്നത്, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? സുഭാഷേട്ടന്റെ കല്യാണം കഴിഞ്ഞാലേ ഞാൻ കല്യാണം കഴിക്കുമെന്ന് ഹരീഷ് പറഞ്ഞില്ലേ? ഇവന് വട്ട. അതോർത്ത് നീ വിഷമിക്കേണ്ട. നിങ്ങളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം. ഇനി എന്നോട് ഇങ്ങനെയൊന്നും പറയരുത്. നീ പോ. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിച്ചെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ ഹരീഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുധീഷ് പറയണ, എന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നുവാടാ. അതുകൊണ്ടാ പറഞ്ഞത്. ഇത് പറഞ്ഞതിന് ശേഷം മനസ്സിനൊരു സമാധാനമുണ്ട്. എനിക്ക് സുഭാഷിനെ ഒരുപാട് ഇഷ്ടം. അതറിയാമെന്ന് ഹരീഷ് പറയുമ്പോൾ സുധീഷ് സുഭാഷേട്ടാന്ന് വിളിക്കുകയാണ്. സുഭാഷ് പറയുന്നു, വീണ്ടും തുടങ്ങണ്ട. അപ്പൊ സുധീഷ് പറയണ, അതല്ല സുഭാഷേട്ടാ, ചായ തരാന്ന് പറഞ്ഞില്ലേ, ചായ ഇട്ടോന്ന് ചോദിച്ചതാ. ഹരീഷ് ചോദിക്കുന്നു, ഒരു ചായക്ക് വേണ്ടിയാണോ ഇത്രയൊക്കെ പറഞ്ഞത്? ഇത് കേട്ട് പുഞ്ചിരിച്ച് സുഭാഷ് പറയണ, ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ അടികൂടണ്ട. സുധീഷും ഹരീഷും പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുന്നു. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്